പക്കാ സർവീസ് പോയൊരു എക്കോ സ്പോർട്ടാണ്. 2014 മോഡൽ, 60,000 സംതിങ് ഓടിയിട്ടുള്ളൂ. ഒരു ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. സീറോ ക്ലെയിം. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 18-20 റേഞ്ച് മൈലേജും കിട്ടുന്ന ഒരു അടിപൊളി വണ്ടി അല്ലേ? നല്ലൊരു അടിപൊളി ബ്ലാക്ക് ടൊയോട്ട ഹൈറൈഡറാണ് അടുത്ത വാഹനം. KL13 കണ്ണൂർ വണ്ടി. അതായത് 2023 രജിസ്ട്രേഷൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സ് ഉണ്ട് അല്ലേ? ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, സീറോ ക്ലെയിം. കമ്പനി ഹിസ്റ്ററി ആർക്ക് പോലും അവിടെ കിട്ടുമല്ലോ. ഇത് പുതിയ എത്രയുണ്ട്? 17 സംതിങ് വരുന്നുണ്ട്. അന്ന് ഏകദേശം അത്ര ഉണ്ടാവും. അറിയിട്ടുണ്ട്, ഇതിന് 16 സംതിങ് ഉണ്ട്. ഇപ്പൊ 1760 അങ്ങനത്തെ കറക്റ്റ് എക്സാക്ട് അറിയില്ല, എന്തായാലും 15 ചില്ലറ ഉണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ഷോറൂം നിങ്ങളെ പരിചയപ്പെടുത്താണ്. ATC കാസ് കണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത്. മണ്ടൂർ പിലാത്ര KSTP റോഡ് മണ്ടൂർ. അതായത് റൂട്ട് വരുന്നത് കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ വളപട്ടണം ബൈപ്പാസ് റോഡ് വന്നാൽ മതി. പിലാത്രനാണെങ്കിൽ ഇങ്ങോട്ടേക്കുള്ള ബൈപ്പാസ്. മണ്ടൂര് വില്ലേജ് ഓഫീസിന്റെ നേരെ മുമ്പിലായിട്ടാണ്. മണ്ടൂർ വില്ലേജ് ഓഫീസിന്റെ നേരെ മുമ്പിൽ. അപ്പോൾ പുള്ളി നമ്മളൊരു പ്രേക്ഷകൻ കൂടിയാണ്. പണ്ട് മുതലേ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള പ്രേക്ഷകനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രേക്ഷകനായതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോയെ പറ്റി ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. എങ്ങനെയാണ് കമന്റ്സ് വരുന്നത്, എങ്ങനെയാണ് വിലപ്പാകം എന്നൊക്കെ ഉള്ള ഒരു ധാരണ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വിലപ്പാകം തന്നെയാണ്. മാക്സിമം വില കുറച്ചിട്ട് നമ്മൾ പറയുന്നത്, വെറുതെ കൂട്ടി പറഞ്ഞിട്ട് കുറച്ചിട്ട് കാര്യമില്ല. ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന റേറ്റ് നമുക്ക് പറയാം. ഓക്കെ, തീർച്ചയായും. സഫാൻ എന്നാണ് പേര്? സഫാൻ. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. എല്ലാ സെഗ്മെൻറ്റ് വണ്ടികളുണ്ട്, നല്ല മോഡൽ കൂടിയ വണ്ടികളാണ്. ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ഇവിടുത്തെ കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ കൂടുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നല്ല അടിപൊളി വണ്ടികൾ, അടിപൊളി വില. വീഡിയോ കൊണ്ടുപോയി ഹൈവേ സൈഡിൽ തന്നെയാണ് ഷോറൂം വരുന്നത്. അപ്പോൾ സ്ഥലപരിമിതി കുറച്ചുണ്ട്, പക്ഷേ ഇത്രയും വണ്ടികൾ ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ എടുക്കുമ്പോൾ കറക്റ്റ് ഫ്രണ്ടിലൊന്നും വെച്ച് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു ആംഗിളിൽ എടുക്കുന്നത്. ക്ഷമിക്കുക. ഹോണ്ട അമേസ് ആണ് ആദ്യ വാഹനം. KL58 തലശ്ശേരി വണ്ടിയാണ്. 2022 വണ്ടിയാണ്. ഹോണ്ട VX ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് അമേസ് ഓട്ടോമാറ്റിക്, ഏറ്റവും ടോപ്പിൻ്റെ പെട്രോൾ. പെട്രോൾ. ആകെ 37,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 37,000 കിലോമീറ്റർ. ഓക്കെ. എക്സ്റ്റൻഡഡ് വാറണ്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വാറണ്ടി, കമ്പനി വാറണ്ടി ഉണ്ട്. ഇപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇല്ല, ഓൾറെഡി 5 ഇയർ ഉണ്ട്. ഓൾറെഡി അണ്ടർ കമ്പനി വാറണ്ടി. ഒരു ഓട്ടോമാറ്റിക് CVT ഫുൾ ഓപ്ഷൻ ഹോണ്ട അമേസ്. ലാസ്റ്റ് ഷേപ്പാണ് ഇത് വരുന്നതല്ല, അതിന്റെ തൊട്ട് ഇപ്പം പുതിയൊരു ഷേപ്പ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതിന് മുമ്പത്തെ ഷേപ്പ്. ഇപ്പോഴത്തെ ഷേപ്പിനേക്കാൾ കൂടുതൽ ആൾക്കാർ ആ ഒരു ബ്ലേഡ് വരുന്ന ടൈപ്പ് അല്ലേ മറ്റേ? ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സ് ഉണ്ട് അല്ലേ? ക്ലെയിം ഒന്നുമില്ല, സീറോ ക്ലെയിം. കമ്പനി ഹിസ്റ്ററി ആർക്ക് പോലും അവിടെ കിട്ടുമല്ലോ. സീറോ ക്ലെയിം. അപ്പോൾ ഇതിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? ഏറ്റവും നമുക്ക് 7,90,000 കൊടുക്കാം. 7,90,000. 2022 VX ഏറ്റവും ടോപ്പ് എൻഡ് 30,000 സംതിങ് കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് CVT ഹോണ്ട അമേസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതിൽ പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ്. വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ഒരു 7 ലക്ഷം വരെ ലോൺ കിട്ടുമല്ലോ. കിട്ടും. 7.5 വരെ കിട്ടും. 7.5 വരെ കിട്ടും. നല്ല പ്രൊഫൈലും കാര്യങ്ങളുണ്ടെങ്കിൽ. അടുത്തത് ഒരു എലൈറ്റ് ഷേപ്പ് i20 KL14 കാസർഗോഡ് രജിസ്ട്രേഷൻ വണ്ടി. ഇത് 2015 സ്പോർട്സ് ഓപ്ഷൻ. സ്പോർട്സ് ആണ്. പക്ഷേ 2015 സ്പോർട്സിൽ ബട്ടൺ സ്റ്റാർട്ടും അലോയിലും കമ്പനി തന്നെ വരുന്നുണ്ട്. കമ്പനി 16 മുതലില്ല, 15 മാത്രം ബട്ടൺ സ്റ്റാർട്ടും അലോയിലും കമ്പനി തന്നെ വരും. അപ്പോൾ ടോപ്പിലേക്ക് ആസ്റ്റയിലേക്ക് പോകുമ്പോൾ റിവേഴ്സ് ക്യാമറ, ടച്ച് സ്ക്രീൻ സെറ്റും ബാക്ക് വൈപ്പർ മാത്രമേ ഉള്ളൂ. 15 ഓർമ്മ ഉണ്ടോ? ഹെഡ് ലാമ്പ് 16 തോന്നുന്നു. അത് 16 ആസ്റ്റ ഓപ്ഷൻ വരുന്നുള്ളൂ. അത് ഓപ്ഷനിലാണ്. ഇത് 15 ഏറ്റവും ടോപ്പ് ആസ്റ്റയാണ്. പക്ഷെ അതിന്റെ തൊട്ട് താഴെ വരുന്നുണ്ടെങ്കിൽ കൂടെ അലോയ്സും ബട്ടൺ സ്റ്റാർട്ടും അന്നേ വരുന്നുണ്ട്. കമ്പനി ഇൻബിൽറ്റ് വരുന്ന വാഹനമാണ്. എത്ര ഓട്ടം പോയി? 44,000 ഓടിയിട്ടുള്ളൂ. പെട്രോൾ സിംഗിൾ ഓണർ വണ്ടി. പീരിയോഡിക് സർവീസ് എല്ലാം കറക്റ്റ്. അതേപോലെ 4 പുതുപുത്തൻ ടയറാ. ഓക്കെ, യോക്കോമാന്റെ 4 പുതുപുത്തൻ ടയർ. എടുക്കുന്ന പാർട്ടിക്ക് ഒന്നും ചെയ്യാനില്ല. സർവീസ് ഓൾറെഡി ഇപ്പോൾ ചെയ്താ. ഇത് കമ്പനി ടയർ ലോ പ്രൊഫൈൽ ചെയ്താണോ? അല്ല, കമ്പനി സൈസ് തന്നെ വരുന്നത്. 17 ഇഞ്ച് തന്നെ വരുന്നത്. ക്ലെയിം ഒന്നുമില്ല. ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്. ഏതാ? ബാക്ക് ലെഫ്റ്റ് സൈഡ് ഒരു ഡോർ റീപ്ലേസ്. ബാക്ക് ഡോർ റീപ്ലേസ് ആണ്. കമ്പനി തന്നെ പറയുന്നത്. അതെ, കമ്പനി തന്നെ. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഫൈനൽ 4.60 കൊടുക്കാം. 2015 സ്പോർട്സ് 4,60,000 വെറും 40,000 കിലോമീറ്റർ. 44,000. പക്ഷേ ഇതിൽ ബട്ടൺ സ്റ്റാർട്ടും അലോയിലും വരുന്നുണ്ട്. 16 15 സ്പോർട്സിൽ അതില്ല. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ക്ലീൻ വണ്ടി അല്ലേ? ക്ലീൻ. ഓക്കെ, ലോൺ എത്ര കിട്ടും? ലോൺ നമുക്ക് നല്ലൊരു പ്രൊഫൈൽ കസ്റ്റമർ ആണെങ്കിൽ ഒരു 4-4.25 വരെ കൊടുക്കാം. ഒരു അടിപൊളി ഡീസൽ എക്കോ സ്പോർട്ടാണ് അടുത്ത് നമ്മൾ കാണിക്കുന്നത്. KL14 കാസർഗോഡ് വണ്ടി തന്നെയാണ്.
സെക്കൻഡ് ഓണറാ? ഏതാ മോഡല്? ടൈറ്റാനിയം പ്ലസ് ഫുൾ ഓപ്ഷൻ. മോഡൽ ഏതാ? 2014. 2014 ഏറ്റവും ടോപ്പ് ഉണ്ട്. ടൈറ്റാനിയം പ്ലസ് ആണ്. 6 എയർ ബാഗും എല്ലാം പുഷ് ബട്ടൺ വരുള്ളൂ. ബട്ടൺ സ്റ്റാർട്ട് വരും. ബട്ടൺ സ്റ്റാർട്ടറും എല്ലാം വരുന്ന വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കാണ്. ഓട്ടോ എത്ര പോയി? 63,000 കിലോമീറ്റർ മാത്രം ഓടി. ഡീസൽ. അതിന്റെ പ്രീവിയസ് ബില്ലെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അത് 16 സർവീസ് ഉണ്ട്, 15 ഉണ്ട്, 14 ഉണ്ട്. എല്ലാ ബില്ലും എൻ്റെ കയ്യിലുണ്ട്. എല്ലാം ഉണ്ട്. വേറെ കിലോമീറ്റർ അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. എല്ലാ ബില്ലും ഉണ്ട്. ഫോർഡും തന്നെ അതോറൈസ്ഡ് ഫോർഡ് പക്കാ സർവീസ് പോയൊരു എക്കോ സ്പോർട്ടാണ്. 2014 മോഡൽ. 60,000 സംതിങ് ഓടിയിട്ടുള്ളൂ. ഒരു ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. സീറോ ക്ലെയിം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 18-20 റേഞ്ച് മൈലേജും കിട്ടുന്ന ഒരു അടിപൊളി വണ്ടി അല്ലേ? എത്ര കൊടുക്കാൻ? ഇത് നമുക്ക് ഫൈനൽ 5 രൂപ കൊടുക്കാം. 5 ലക്ഷത്തിനാണ്. 2014 ടൈറ്റാനിയം പ്ലസ് ലോ കിലോമീറ്റർ. ലക്ഷത്തിന്റെ മുകളിലൂടെ വാഹനങ്ങളുമായിട്ടുള്ള വില കമ്പയർ ചെയ്യരുത്. അത്രയും ലോ കിലോമീറ്റർ ഫുൾ ജെനുവിൻ സർവീസ് ഉള്ള ഒരു വണ്ടിയാണ്. ഒരു ക്ലെയിമും ഇല്ലാത്തൊരു വണ്ടി. 5 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ റേറ്റ് ആണ്. അതെ. ലോൺ എത്രയാണ്? ലോൺ പക്ഷേ ഫോർഡ് ആയതുകൊണ്ട് കിട്ടും. 4 കിട്ടുമല്ലോ. സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. സെയിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു 3.25 അടക്കം ലോൺ കിട്ടും. അടുത്ത വണ്ടിയിലോട്ട് പോകാം. അതെ. ഹ്യുണ്ടായി വെന്യൂ. ഇതും KL 14 വണ്ടിയാണ്. കാസർഗോഡ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 രജിസ്ട്രേഷൻ, 2020 മോഡലുള്ളൂ. വെന്യൂ എസ് ഓപ്ഷൻ ആണ്. മിഡിൽ ഓപ്ഷൻ. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എല്ലാം ഉണ്ട്. കിലോമീറ്റർ ഏകദേശം ഒരു 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 48,000. 20 മോഡലും 21 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. ഒരു 70% ടയേഴ്സ് ഉണ്ട്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഇല്ല, ഒന്നും. 14 സർവീസ് ഹ്യുണ്ടായി തന്നെ ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ സർവീസ്. എത്ര കൊടുക്കാൻ? ഇത് നമുക്ക് 6.80 കൊടുക്കാം. 6,80,000 രൂപയ്ക്ക് 2020 മോഡൽ 21 എസ് ഓപ്ഷൻ വെന്യൂ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു സ്വിഫ്റ്റിന്റെ ഒക്കെ ആ റേഞ്ചിലേക്ക് ഇത് നമുക്ക് മാക്സിമം ഒരു 6.40 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 6.40. ഒരു 40,000 രൂപ ക്യാഷ് ഉണ്ടാവും. ചെറിയ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു കോമ്പാക്ട് SUV നോക്കി നടക്കുന്നവരുണ്ട്, പെട്ടെന്ന് വിളിക്കാം. അതെ. അടുത്തത് ഒരു ബ്രസ വന്നു. ഇതും കാസർഗോഡാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 രജിസ്റ്റർ. അല്ല, 21 മോഡൽ തന്നെ. ബ്രസ VXi പ്ലസ് ആണ്. VXi പ്ലസ് പെട്രോൾ വണ്ടിയാണ്. അതെ. ഇത് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് കമ്പനി തന്നെ. അതിന് പുറമെ ZXi പ്ലസിന്റെ അലോയ്സ് ചെയ്തിട്ടുണ്ട്. ZXi പ്ലസിന്റെ അതെ ഷോറൂമിൽ തന്നെ ചെയ്തതാ. സെക്കൻഡ് ഓണർഷിപ്പ് 2021 മോഡൽ VXi പ്ലസ്. അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വരുന്നുണ്ട്. 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വൻ മാറ്റം മാറിയില്ലേ? 38,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. നല്ലൊരു പെട്രോൾ ബ്രസ. ഒരു 11 to 15 റേഞ്ച് ഒക്കെ മൈലേജ് ഏകദേശം പ്രതീക്ഷിക്കാം. അതെ, ടൗണിൽ നിന്ന് ഒരു 13 എന്തായാലും കിട്ടും. 13 to 15 നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാം. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമുക്ക് 7,90 കൊടുക്കാം. 7,90,000. 2021 VXi ZXiന്റെ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്ത പുഷ്പട്ടൊക്കെ വരുന്ന ഒരു ബ്രസയാണ്. ലോ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. വേറെ ക്ലെയിം ഒന്നുമില്ല. അതിൽ 7,4 വരെ ലോൺ കിട്ടും മാക്സിമം. ഇത്രയേറെ നമ്മൾ KL 14 കണ്ടു. ഇനി ഒരു KL 13 കാണാം. കണ്ണൂർ വണ്ടി കാണുന്നത് നേരത്തെ കണ്ട ബ്രസേന്റെ സെയിം ടൊയോട്ട വെർഷൻ ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇത് 2021 അർബൻ ക്രൂസർ ഹൈ ഓട്ടോമാറ്റിക് ആണ്. ഹൈ ഓട്ടോമാറ്റിക് വാഹനമാണ്. AT അല്ലേ? ഗിയർ ബോക്സ് വരികയിൽ അതെ AT ആണ്. AT അല്ലേ? MT അല്ലല്ലോ? അതെ MT അല്ലാന്നാ തോന്നുന്നത്. വേറെ ക്ലെയിം കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. എത്ര ഓട്ടം? 37. സെയിം ഓട്ടം തന്നെ. സെയിം ഓട്ടം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. ക്ലെയിം എന്തെങ്കിലും? ക്ലെയിം ഒന്നുമില്ല. എന്തായാലും നമുക്ക് ഇപ്പം നമ്പർ കൊടുത്ത് അവിടെ കിട്ടും. ക്ലെയിം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വീഡിയോ ബാക്കിയല്ല അതിന് ശേഷം ആദ്യ വിശ്വാസം. അതെ അത്രേ ഉള്ളൂ. അതെ. അപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമുക്ക് 9.75 കൊടുക്കാം. മാക്സിമം ലോൺ കയറും? ഏകദേശം ഒരു 50 രൂപ ലോൺ കയറും. ഓട്ടോമാറ്റിക് ആണ്. 2021 ടോപ്പ് എൻഡ്. നല്ലൊരു അടിപൊളി ബ്ലാക്ക് ടൊയോട്ട ഹൈ റൈഡറാണ് അടുത്ത വാഹനം. KL 13 കണ്ണൂർ വണ്ടി. അതായത് 2023 രജിസ്ട്രേഷൻ. 23 മോഡൽ ഏതാ? 22 മോഡൽ. 23 രജിസ്ട്രേഷൻ. അതേപോലെ ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. ഫുള്ളി ഹൈബ്രിഡ് അല്ല. സ്മാർട്ടാണ്. നിയോ ഡ്രൈവ് ആണ് ടൊയോട്ടയിൽ വരുന്നത്. അതെ. അത് G ഓട്ടോമാറ്റിക് ആണ്. G ഓട്ടോമാറ്റിക്. ഇതിപ്പോൾ കമ്പനിയിൽ ഏകദേശം 19 സംതിങ് വരുന്നുണ്ട്. 2 മാസം ബുക്കിംഗ് ഉണ്ട്. ബുക്കിംഗ് പീരീഡ് ഉണ്ട്. ഇതിപ്പോൾ വാറണ്ടി എത്ര വരെ ഉണ്ട്? വാറണ്ടി 26 വരെ വാറണ്ടി ഉണ്ട്. അണ്ടർ വാറണ്ടി ബുക്കിംഗ് കൊണ്ട് 19 സംതിങ് വരുന്നുണ്ട്. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഫൈനൽ 16 രൂപ കൊടുക്കാം. 16 ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് കൊടുക്കാം. ഓട്ടോ എത്ര പോയി? ഓട്ടോ 20,000. സിംഗിൾ ഓണർഷിപ്പ്. KL 13 ആണ്. ചെറിയ മാറ്റത്തിൽ മാക്സിമം ലോൺ കിട്ടും. ലോൺ ഏകദേശം ഒരു 10, 13, 14 കിട്ടേണ്ടതാണ്. പെട്ടെന്ന് ഈ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ
അടുത്തത് ഒരു റെഡ് സ്വിഫ്റ്റ് ആണ് ഇപ്പോഴത്തെ തൊട്ട് മുന്നത്തെ ഷേപ്പ്. എങ്ങനെയാ ഇത് 2022 മോഡൽ. 22 മോഡൽ അല്ല, സ്വിഫ്റ്റ് ZXi. ZXi ടോപ്പിന്റെ തൊട്ട് താഴെ. അതെ തൊട്ട് താഴെ ബഡ് സ്റ്റാർട്ടർ ഒക്കെ വരും. അത് വരുന്നുണ്ട്. ഓക്കെ 36,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ 36. 2 ടയേഴ്സ് ഓൾറെഡി മാറ്റിയിട്ടുണ്ട്, 2 പുത്തൻ ടയറാണ്. ഓക്കെ ഇത് ഡ്യുവൽ ഇപ്പോൾ ചെയ്താണോ? ഡുവൽ ചെയ്ത് RCയിൽ ചേർത്തിട്ടുണ്ട്. ചേർത്തിട്ടുണ്ട്. ഡ്യുവൽ ടോൺ ആക്കിയിട്ടുണ്ട്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ZXi 2022 സിംഗിൾ ഓൺഷിപ്പ് സ്വിഫ്റ്റ് ആണ്. അത്യാവശ്യം നല്ല ടയേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു. ഓക്കെ ഇതിപ്പോൾ എത്ര കൊടുക്കാം? നമുക്കൊരു 7,10 കൊടുക്കാം. 7,10,000. അതിൽ ഇപ്പോൾ ഇൻഷുറൻസ് എക്സ്പയർ ആയിട്ടുള്ളത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. അതെ ലോൺ ഒരു 6,600 കിട്ടണം. പിന്നെ പുതിയതിന് കുറച്ചിപ്പം ഡിമാൻഡ് കുറച്ച് ഓക്കെ. അടുത്ത വണ്ടി നല്ലൊരു അടിപൊളി പെർഫോമൻസ് സെഡാൻ സേഫ്റ്റി കാർ. അതെ കറക്റ്റ്. Volkswagen Virtus ആണ്. അതെ KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2022 ഉണ്ട്. ഹൈലൈൻ പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. ഹൈലൈൻ പ്ലസ് ഏറ്റവും ടോപ്പ് ഉണ്ട്. ടോപ്പ് ഉണ്ടല്ല, ടോപ്പിന്റെ താഴെ GT ആണ് ഏറ്റവും ടോപ്പ് ഉണ്ട്. അതിലും തൊട്ട് താഴത്തിന്റെ താഴെ സൺറൂഫ് വരൂല. ടോപ്പ് ലൈൻ വരും. ടോപ്പ് ലൈൻ GT ആണ്. ഹൈലൈൻ പ്ലസ്. ഇതിലിപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവും? ഇത് അലോയ്സ് വരും, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം വരും. എയർ ബാഗ് 2 തന്നെയാ? 2 തന്നെ ആയിരുന്നു. 2 എയർ ബാഗ്. ഓക്കെ. സൺറൂഫ് വരൂല. സൺറൂഫ് വരില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. GT എന്ന് വെച്ചാൽ പവറേ മാറി. അതെ എല്ലാം കൊണ്ടും മാറി. കുറച്ച് മൈലേജ് ഷോർട്ട് ആയി. കുറച്ച് അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഇത് മാനുവൽ അല്ല ഓട്ടോമാറ്റിക് 1 ലിറ്റർ ആണ്. ഇത് AT ഗിയർ ബോക്സ് ആണ്. മറ്റേ DSG ഗിയർ ബോക്സ്. ഇത് ഏകദേശം ഒരു 13-14 മൈലേജ് കിട്ടുന്നുണ്ട്. ലോങ്ങിൽ കിട്ടുന്നത്. ഞാനിപ്പോൾ ഒരു 1 വീക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല കംഫർട്ടാണ്. ഓ എങ്ങനെ ടർബോ എങ്ങനെ നല്ല പായുന്നുണ്ടോ? ഓ നല്ല വണ്ടി, നല്ല. പിന്നെ Volkswagen ആവുമ്പോൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു അടിപൊളി സെഡാൻ വണ്ടി. അതെ കുറച്ച് നല്ലോണം ആൾട്രേഷൻ വർക്കും ചെയ്തിട്ടുണ്ട്. പുറകിൽ വെറുതെ GT സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ സ്റ്റിക്കർ ഒട്ടിച്ചാൽ ഞാൻ അതാ തെറ്റിദ്ധരിച്ചാൽ. വേറെ ക്ലെയിം ഒന്നുമില്ല. ആകെ 26,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇത് പുതിയ എത്രയുണ്ട്? 17 സംതിങ് വരുന്നുണ്ട്. അന്ന് ഏകദേശം അത്ര ഉണ്ടാവും. അറിയിട്ടുണ്ട്. ഇതിന് 16 സംതിങ് ഉണ്ട്. ഇപ്പൊ 17-60 അങ്ങനത്തെ കറക്റ്റ് എക്സാക്ട് അറിയില്ല. എന്തായാലും 15 ചില്ലറുണ്ട്. ഇതിപ്പോ നമുക്ക് ഫൈനൽ 12 കൊടുക്കാം. 12,50,000 രൂപയ്ക്ക് 2022 ലോ കിലോമീറ്റർ ഹൈലൈൻ പ്ലസ് Volkswagen Virtus നിങ്ങൾക്ക് കൊണ്ടുപോകാം. ക്ലെയിമില്ല, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പിന്നെ കുറച്ച് നല്ലോണം ആൾട്രേഷൻ വർക്കും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ സീറ്റ് കവർ ആയാലും കുറച്ച് കോസ്റ്റ്ലി സീറ്റ് കവറാണ്. ലോൺ മാക്സിമം കയറും. ലോൺ കയറും, പ്രശ്നമില്ല. വീണ്ടും ഒരു i20 വന്നു. KL 18 എൻ്റെ നാട്ടിലാണ്, വടകര. ഇത് 2017 സ്പോർട്സ്. 70,000 കിലോമീറ്റർ ഓടിന് സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. 17 പുഷ്പട്ട വരുന്നില്ല. ഇല്ല, സ്പോർട്സിൽ 15 ഓഫർ കിട്ടി. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. 70 സർവീസ് 68 ഇപ്പോൾ സർവീസ് ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി 78 ചെയ്താൽ മതി. ഓക്കെ. ഒരു ക്ലെയിമും ഇല്ലാതെ സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. അതെ സിംഗിൾ ഓണറാണ്. അലോയ്സും വരില്ല. അതാ ഞാൻ പറഞ്ഞത് 15 അത് രണ്ടും വരും. സിംഗിൾ ഓപ്ഷൻ വേണ്ടിയാണ്. ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 5 കൊടുക്കാം. 5 ലക്ഷത്തിന് 2017 സ്പോർട്സ് i20 മാനുവൽ ഓപ്ഷൻ. അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ നമ്മളിന്ന് അവസാനത്തെ വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് മാത്രമല്ല വേറെ സ്റ്റോക്കുകളുണ്ട്. ഇവർക്ക് വേറെ ഷോറൂം ഉണ്ട്. കണ്ണൂർ തളിപ്പറമ്പ് ഷോറൂം ഉണ്ട്. അവിടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ നമ്പറിലേക്ക് വേറെ വണ്ടികൾ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത് 14 രജിസ്ട്രേഷൻ ആണ്. ഇത് 2021 മോഡൽ 2020 S ഓപ്ഷനാണ്. ഓക്കെ, എസ് ആണ്. ബട്ടൺ സ്റ്റാർട്ട് വരും, ബാക്ക് വൈപ്പർ വരും. അല്ല സൺറൂഫ് മാത്രമേ ഉണ്ടാവില്ല. ഓക്കെ. 21 പെട്രോൾ. ഓക്കെ, നല്ല അടിപൊളി. ടയറും കാര്യമൊക്കെ പുതിയ സീറ്റ് കവറൊക്കെ അഡീഷൻ ചെയ്തു. അല്ല ഉണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ക്ലെയിം ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. സർവീസ് 56,000 ഫുൾ ഹിസ്റ്ററി ഉണ്ട്. 50 വരെ ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, 21 മോഡൽ. അതെ. ഓക്കെ, ഒരു ക്രെറ്റ എസ് ഓപ്ഷൻ പെട്രോൾ ആണ്. മാനുവല്. മൈലേജ് ഒരു 11-15 കിട്ടും. ആ റേഞ്ച് ഉണ്ടാവും. അതെ. എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഫൈനൽ 10.75. 10,75,000 രൂപയ്ക്ക് ശരി. അതെ, ഒരു ക്രെറ്റ കൊണ്ടുപോകാം. 10,75 2021 ക്രെറ്റ കൊണ്ടുപോകാം. ലോണ് ഒരു 9 കിട്ടും. 9.5 വരെ കിട്ടും. എസ് ഓപ്ഷൻ അല്ല. ഏകദേശം ഇപ്പോൾ ഫ്രഷിന് ഏകദേശം 16-17 അടുത്ത് വരുന്നുണ്ട്. ഒരു 1 lakh ഒക്കെ ഇറക്കാൻ വണ്ടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് മാത്രമല്ല വേറെ സ്റ്റോക്കുകളുണ്ട്. വേറെ ഷോറൂം ഉണ്ട്. കണ്ണൂർ തളിപ്പറമ്പ് സൈഡിൽ തന്നെ വേറെ ഷോറൂം ഉണ്ട്. അവിടെ വെച്ച് നമുക്കൊരു വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. എന്തായാലും ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ സ്റ്റോക്കിനെ പറ്റിയുള്ള കൂടുതലെന്തെങ്കിലും അറിയാമെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ആ നമ്പർ കൊടുത്തിട്ടുണ്ട്. പലരും കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് നമ്പർ എവിടെയാണ്. അതാണ് എടുത്തെടുത്ത് ഓരോ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത്. നമ്മുടെ നമ്പറിൽ കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയുള്ള
മാത്രമേ ഉള്ളൂ. അതിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് തരിക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും കമൻസിൽ രേഖപ്പെടുത്താൻ പറ്റുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. താങ്ക് യു ബൈ.